ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ സിനാന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഫ്ലാഷ് ബാക്ക് പറയാം. നമ്മൾ പൈത്തൺ പ്രോഗ്രാം പഠിച്ചു. ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദി മെഷീൻ. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് ഡേറ്റ ടൈപ്സ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഡേറ്റ ടൈപ്സ് ഉള്ളത്, ഞാൻ എൻ്റെ വീഡിയോ ലിങ്ക് ഉണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ മെഷീൻ ഒരു കമ്പ്യൂട്ടറായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോ ചില ടൈപ്പുകളിലൂടെ കൊടുക്കേണ്ടി വരും. ഒന്ന് നമ്മൾ സ്ട്രിങ് ആയിട്ട് പറയും, എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ട്, അതിന് ഇൻഡിജേഴ്സ് എന്ന് വിളിക്കും. ഡെസിമൽ വാല്യൂസിനെ ഫ്ലോട്ട് എന്ന് വിളിക്കും. അതേപോലെ തന്നെ നമ്മുടെ ട്രൂ ഓർ ഫോൾസ്, ഓണർ ഓഫ് എന്ന് പറഞ്ഞാൽ ബൂളി എന്ന് വിളിക്കും. ഇതിന്റെയൊക്കെ യൂസ് കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ സെഷനിൽ ഞാനൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പ്രിന്റ് ആണ്, നമ്മളുടെ സ്ക്രീനിലേക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ടൈപ്പ് കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ അതേപോലെ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്റ്റേണൽ യൂസറിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ വരെയാണ് ഞാനത് പറഞ്ഞെടുത്തത്. ഇത് മിസ്സായെന്ന് പറഞ്ഞ് പേടിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഫണ്ടമെന്റൽ മാത്രം, ഇതിനകത്തൊന്നുമില്ല. ഇത് കാരണം നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ ഓപ്പറേറ്റേഴ്സിന്റെ ഇതൊരു ശരിക്കും പ്രസന്റേഷൻ ഞാൻ അങ്ങ് ഒഴിവാക്കി, കാരണം അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി എനിക്ക് തന്നെ. അപ്പൊ ഓപ്പറേറ്റേഴ്സിന്റെ നമുക്ക് നോക്കേണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഏതായാലും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ കമ്പ്യൂട്ടിങ് തന്നെയാണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്റ്റൻസ് എന്നാണ്. അപ്പൊ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ആൻഡ് സം അതർ ഓപ്പറേഷൻസ്, നമ്മൾ കുറെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഡേറ്റ വേണം. ആ ഡേറ്റയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏതർ ഇറ്റ് ഹാസ് കം ഫ്രം ദ യൂസറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റയോ ആണ് നമ്മൾ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറേഷൻസ് ഓൺ ഡേറ്റ ടൈപ്സ്, നമുക്ക് ഒരു കുറെ 4 ഡേറ്റ ടൈപ്സ് പഠിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ചെയ്യാൻ പോവാണ്. അപ്പം മെയിൻലി 4 എണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ ടൈപ്സ് ഉള്ളത്. പിന്നെ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ ദീസ് ഡേറ്റ ടൈപ്സ്. അതിനുശേഷം നമുക്കൊരു റെസ്പോൺസ് കിട്ടും. ആ റെസ്പോൺസിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം സാധാരണ നമ്മളൊരു ബൾബ് കത്തി നോക്കുന്നത്, ബൾബിനകത്ത് 2 വയർ വഴി ഇലക്ട്രിസിറ്റി വരുന്നുണ്ടോ, കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. അപ്പൊ കത്തുന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം, കത്തുന്നുണ്ടെങ്കിൽ എന്താണ് ഔട്ട്കം. അപ്പൊ നമ്മൾ അതിനെ രണ്ടിനെ ഇന്റർപ്രിറ്റ് ചെയ്താണ് പഴയ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നത്. ബൾബ് കത്തുന്നുണ്ടെങ്കിൽ 1, 2 ബൾബ് കത്തുന്നുണ്ടെങ്കിൽ 2, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പണ്ട് കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ദി ഔട്ട്കം ഓഫ് ദി ഓപ്പറേഷൻ വിൽ ബി എ ഡേറ്റ ടൈപ്പ്. അത് മറ്റൊരു ഡേറ്റ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡേറ്റ സ്ട്രക്ചർ ആയിരിക്കും. ഡേറ്റ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല, ഇറ്റ് വിൽ കം. അപ്പം ഡേറ്റ സ്ട്രക്ചേഴ്സ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോവാണ്. നമുക്ക് ലിസ്റ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ ഒരു മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് ആണ്. അതിനകത്ത് ഏത് തരം ഡേറ്റ ടൈപ്പും ആഡ് ചെയ്യാൻ പറ്റും. സോറി. പിന്നെ ട്യൂപ്പിൾ എന്ന് പറഞ്ഞ ഡേറ്റ സെറ്റ് ഉണ്ട്, ഡിക്ഷണറി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കണം, കാരണം ഇതാണ് ഒരു പ്രോഗ്രാമിങ്ങിന്റെ കോർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ഡേറ്റ ടൈപ്സ് വിത്ത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഈസ് ഒരു 50% നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഇത് രണ്ടും പഠിച്ചാൽ തന്നെ മനസ്സിലാവും. ബാക്കിയെല്ലാം കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ ഞാൻ ഓപ്പറേറ്റേഴ്സിന് മാത്രം നിൽക്കുന്നു. ദ ഫസ്റ്റ് വൺ ഈസ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ. സാധാരണ നമ്മൾ കാണുന്ന കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് നമ്പേഴ്സിലാണ്, പക്ഷെ ചില ഓപ്പറേഷൻസ് പ്ലസ് അഡീഷൻ ഒക്കെ പോലെ നമുക്ക് സ്ട്രിങ്ങിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, 2 സ്ട്രിങ്ങുകളെ തമ്മിൽ കൂട്ടുമുട്ടിക്കാനൊക്കെ. പിന്നെ രണ്ടാമത്തെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ സാധാരണ ഇക്വേറ്റ് ചെയ്യലാണ്, ഒരു വാല്യൂയിലേക്ക് മറ്റൊന്നിലേക്ക് ആഡ് ചെയ്യുക. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വേരിയബിൾസിലേക്കും അതുപോലെ ഇൻറ്റിജറിലേക്കും ഒക്കെ നമ്മൾ സാധാരണ ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നതൊക്കെ അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. പിന്നെ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് സ്ട്രിങ്ങുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് 2 സ്ട്രിങ്ങുകൾ തമ്മിൽ ഒരേപോലെയാണോ, അബു ഹാരിസും മറ്റൊരു അബു ഹാരിസും രണ്ടും സെയിം ആണോ എന്നൊക്കെ നോക്കും. 1 = 2 ആണോ നോക്കും, 1 ≠ 2, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ ഓപ്പറേഷൻസിന്റെ അവസാനം എപ്പോഴും ഒരു ബൂളിയൻ ആയിരിക്കും, എന്ന് വെച്ചാൽ ബൂളിയൻ ഡേറ്റ ടൈപ്പ് ആയിരിക്കും നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്.
പിന്നുള്ളത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. നമ്മൾ ലോജിക്കലി ചെക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. ലോജിക് ഗേറ്റ്സ് എ എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, രണ്ട് ഇൻപുട്ട് കൊടുക്കുന്നു, അതിന്റെ ഗേറ്റ് നോക്കുന്നു. വെച്ചാൽ ഒരു വയറിൽ കറണ്ട് ഉണ്ടെങ്കിൽ അടുത്ത ഔട്ട്പുട്ട് എന്തായിരിക്കും, കറണ്ട് ഉണ്ടാവുമോ ഇല്ലയോ. 0 and 0 is 0, 0 and 1 is 0. അങ്ങനെ ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോർ ഓപ്പറേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഓപ്പറേഷൻസ് ഉണ്ട് ബൂളിയൻ വെച്ചിട്ട്. അപ്പൊ അത് അങ്ങനെ വലിയ കാണാൻ പഠിക്കുന്നു വേണ്ട, പക്ഷെ നമുക്ക് ഏകദേശം നോക്കാം എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. അതും ഒരു എപ്പോഴും ലോജിക്കൽ ഓപ്പറേഷൻസിന്റെ എപ്പോഴും ഔട്ട്പുട്ട് എപ്പോഴും ബൂളിയൻ ആയിരിക്കും. പിന്നെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ ഏതെങ്കിലും ഒന്നിനകത്ത് ഉണ്ടോ ഇല്ലയോ നോക്കുന്നത്. അതും ഒരു ബൂലിയൻ ആണ് റെസ്പോൺസ് കിട്ടുന്നത്. ഉണ്ടെങ്കിൽ ട്രൂ കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ ഫോൾസ് കിട്ടും. പിന്നുള്ളത് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് പോലെ തന്നെയാണ്, പക്ഷെ ഇത് അതാണോ അല്ലയോ നോക്കുന്നതാണ്. ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിലേക്ക് നമ്മൾ നോക്കുകയാണ്, ഇന്ന ഡേറ്റ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നതാണ്. അല്ല, ഇന്ന ഡേറ്റ അതാണോ അല്ലയോ നോക്കുന്നതാണ്. അതും റിട്ടേൺ ചെയ്യുന്നത് ബൂളിയൻ ആണ്. ഇതിനൊക്കെ യൂസ് കേസസ് ഉണ്ട്. ആ യൂസ് കേസസ് ഒക്കെ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് വരുമ്പോഴേക്കുണ്ട്. അതിന്റെ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഫസ്റ്റ് എടുത്തെന്ന് വെച്ചാൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ്, ഓർ നോട്ട്. ഞാൻ അരിത്മെറ്റിക്കിലേക്കൊന്നും പോകുന്നില്ല, കാരണം കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് സാധാരണ അറിയുന്നതാണ്. നമുക്ക് അതിന്റെ വാല്യൂസ് ഒക്കെ എന്താ വരിക എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. അപ്പൊ അതിനകത്ത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾ 1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒരു അസൈൻമെന്റ് ആയി. എന്ന് വെച്ചാൽ വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്തതോടെ നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പൊ അത് വേണമെങ്കിൽ ആ വേരിയബിളിനെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. വേരിയബിൾ മൾട്ടിപ്ലൈഡ് ബൈ 2 ഈക്വൽ ടു, അത് വേണമെങ്കിൽ ന്യൂ വേരിയബിളിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ അസൈൻമെന്റ്സ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ മെൻഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ വേരിയബിൾ ഈക്വൽ ടു മൾട്ടിപ്ലൈഡ് ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. പുതിയ വേരിയബിളിലേക്ക് ഇതിന്റെ റിസൾട്ടിനെ ആഡ് ചെയ്യണം. അതെങ്ങനെയാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആദ്യം ഉണ്ടായിരുന്ന വേരിയബിൾ, അതായത് ആദ്യം വേരിയബിൾ എന്നുള്ള വേരിയബിൾ ഉണ്ട്, അതിനകത്തൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്ത്, രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ വാല്യൂ ഇതിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ഇത് സിന്റാക്സ് ഞാൻ വലിയ കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല, നമ്മൾ എന്തായാലും വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൂളിയൻ ഓപ്പറേറ്റർ നോക്കാം. അപ്പൊ നമ്മൾ എടുക്കുന്ന രണ്ട് ഡേറ്റ. ഒന്ന് ഫസ്റ്റ് യൂസറിന്റെ ഭാഗത്തുനിന്ന് ഒരു യൂസർ നെയിമിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. രണ്ടാമത് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കൂടെ യൂസറിന്റെ നിന്ന് ആഡ് ചെയ്യുന്നു. അപ്പൊ ഞാനിത് രണ്ടും കോഡിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പം ഫസ്റ്റ് നോക്കുന്നത് ബൂളിയൻ ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട് ഇപ്പം. ഒന്ന് യൂസർ എന്ന് പറഞ്ഞതും മറ്റൊന്ന് പാസ്വേഡ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, യൂസറിന്റെ നിന്ന് ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നു. അപ്പൊ ഞാനത് റൺ ചെയ്യുന്നു. ജസ്റ്റ് നമ്മളിപ്പോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇതിന്റെ പേര് കൊടുത്തു, പാസ്വേഡ് 1 2 3 കൊടുത്തു. സോ കോഡ് ഈസ് എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ്, നേരത്തെ പറഞ്ഞു നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ പറയും. ഇഫ് ദ ടേം യു അക്സെപ്റ്റ്, then you can log into a system, otherwise you cannot log in എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ്. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ എപ്പോഴും ഇതിന്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ആയിരിക്കും. ആ കണ്ടീഷന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഒരു ബൂളിയൻ ആയിരിക്കും, ഏതെങ്കിലും ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇത് രണ്ടല്ലാതെ ഒരു വാല്യൂ വരത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പറയാണ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ യൂസർ ഈസ് ഈക്വൽ ടു അബു ഹാരിസ്. യൂസറിന്റെ പേര് അബു ഹാരിസ് ആണ്. അതുപോലെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻ ആണ്. ആൻഡ് ഓപ്പറേഷന്റെ ഔട്ട്കം എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. പാസ്വേഡ് ഈസ് ഈക്വൽ ടു 1 2 3 4. ഇത് രണ്ടും ആണെങ്കിൽ, അതായത് ആൻഡ് ഓപ്പറേഷൻ വെച്ച് ചെയ്യുമ്പോൾ രണ്ടും ട്രൂ ആണ്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിന് രണ്ട് ഞാൻ കോപ്പി ചെയ്യാണ്. ഓക്കെ, ഇവിടെ എത്തി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ട ആൻസർ, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കേണ്ട വാല്യൂ ഓരോന്നിനും ഉണ്ട്. അപ്പം നമ്മൾ സിസ്റ്റം മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ സിസ്റ്റത്തോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഇന്ന യൂസർ വിത്ത് ഇന്ന പാസ്വേഡായിട്ട് വന്നാൽ മാത്രമേ ആക്സസ് ഗ്രാൻഡ് ചെയ്യാവുള്ളൂ, അതല്ല മറ്റുള്ള ഏതൊരു യൂസേഴ്സും ആക്സസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ പറയാണ് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് യൂസറാണ്. ഇപ്പോൾ ഒരാളുടെ പേര് കൊടുക്കുന്നില്ല. അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ വിത്ത് ദ പാസ്വേഡ് 1 2 3 4 മാത്രമാണെങ്കിൽ മാത്രം ആക്സസ് ഗ്രാൻഡ് ചെയ്താൽ മതി. അപ്പൊ ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ അഡ്മിൻ കൊടുത്തു, 1 2 3 4 കൊടുത്തു.
അപ്പൊ എന്തായി ആക്സസ് ഗ്രാൻഡ് ആയി എന്ന് വെച്ചാൽ എന്തായി ഫസ്റ്റ് കോഡിന്റെ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ഇതൊരു സ്വീറ്റ് ഓഫ് കോഡ് ആണെങ്കിൽ ഇതിനെ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് എടുക്കാം, ഇതിനെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് എടുക്കാം. അപ്പം ഫസ്റ്റ് ബ്ലോക്ക് എന്തായി എക്സിക്യൂട്ട് ആയി, കാരണം എന്തായി ഇവിടെ എന്തായി ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സിക്യൂഷൻ ട്രൂ ആയി. അപ്പൊ ആ ട്രൂ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ ഔട്ട്കം എന്താ നോക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ പ്രിന്റ്, ഞാൻ ഈ ലൈൻ ഇപ്പൊ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഫോർ എക്സാമ്പിൾ, അത് കാരണം ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു പ്രിന്റ് ഫസ്റ്റിലത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് രണ്ട് സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ കൂട്ടിമുട്ടിച്ചേക്കാണ് ഇവിടെ ബൂളിയൻ വെച്ചിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താണ് എന്റെ ഔട്ട്കം എന്ന് അറിയാൻ മതി. അപ്പം പാസ്വേഡ് ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇവിടെ പാസ്വേഡിന് പകരം വേണ്ട, ഞാൻ ഇതങ്ങ് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് വീണ്ടും ലൈൻ കോഡ് എഴുതേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസറിന്റെ ഇന്റർപ്രിറ്റർ പാസ് ചെയ്തു, 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പാസ് ചെയ്തു. എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞത് ഈ വേരിയബിളിനകത്തുള്ള വാല്യൂയും ഈ വേരിയബിളിനകത്തുള്ള വാല്യൂയും ചെക്ക് ചെയ്യാനാണ്. അപ്പം എന്നോട് പറഞ്ഞു പാസ്വേഡ് ഈസ് ഈക്വൽ ടു 1 2 3 4 ആണെങ്കിൽ എന്താണ് വാല്യൂ എന്ന് വെച്ചാൽ ട്രൂ ആണ് എന്ന് വെച്ചാൽ, കാരണം കറക്റ്റ് ആണ്, കാരണം പാസ്വേഡിനകത്ത് ഞാൻ കൊടുത്തേക്കുന്ന വാല്യൂ 1 2 3 4 4 എന്നുള്ളതാണ്. അപ്പൊ ഇത് ട്രൂ ആയി. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു യൂസർ എന്നുള്ള വേരിയബിളിലേക്ക് ഞാൻ പാസ് ചെയ്ത വാല്യൂവിനെ ഞാൻ ഇക്വേറ്റ് ചെയ്തു, അതും ട്രൂ ആണ്. എന്ന് വെച്ചാൽ ഞാൻ തരുന്ന ഒരു എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു അസൈൻമെന്റ് ഒരു കമ്പാരിസൺ ഓപ്പറേഷൻ, ഇവിടെ നടക്കുന്ന ഒരു കമ്പാരിസൺ ആണ്. അപ്പൊ ഈ കമ്പാരിസൺ ഓപ്പറേഷൻസിന്റെ ഔട്ട്കം, കമ്പാരിസൺ ഓപ്പറേഷൻ ഔട്ട്കം ഈസ് ഓൾവേസ് എ ബൂളിയൻ, എപ്പോഴും ഒരു ബൂളിയൻ ആയിരിക്കും, അല്ലെങ്കിൽ either ട്രൂ ഓർ ഫോൾസ്, ആ രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ ബൂളിയന്. അപ്പം either ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഞാൻ പറയാണ് ഇപ്പം ഇവിടെ ഞാൻ കൊടുത്ത വാല്യൂ 1 2 3 4 അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, അവിടെ എനിക്ക് കിട്ടുന്ന നെഗറ്റീവ് ആണ്, എന്ന് വെച്ചാൽ ഫോൾസ് വാല്യൂ ആയിരിക്കും. ഇപ്പൊ ഞാനിവിടെ അഡ്മിൻ 1 എന്ന് ഇട്ട് കൊടുത്തു, അതുപോലെ 1 2 3 4 ഇട്ട് കൊടുത്തു. അപ്പൊ നോക്കുകയോ ഫസ്റ്റ് കണ്ടീഷൻ ഈ പറഞ്ഞ പാസ്വേഡ് 1 2 3 4 ഓക്കെ ആണ്, കാരണം അത് എൻട്രി ആണ്, അത് ട്രൂ ആണ്. എന്നാൽ അഡ്മിൻ യൂസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ഫോൾസ് ആണ്. അപ്പൊ ഞാൻ നോക്കാണ് ഇതിന്റെ ഔട്ട്കം എന്താണ്, കാരണം ഇവിടെ നമ്മളൊരു അപ്പം ബൂളിയൻ ഓപ്പറേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂളിയൻ ഓപ്പറേഷൻ ഈസ് ടു കമ്പയർ ടു കണ്ടീഷൻസ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്, ആ രണ്ട് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂളിയൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ഒരു കണ്ടീഷൻ ഇതും മറ്റൊരു കണ്ടീഷൻ ഇതുമാണ്. അതിനെ കൺകാറ്റനേറ്റ് ചെയ്തേക്കുന്നത് എന്താ വെച്ചിട്ടാണ് ആൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇത് കൊടുക്കുകയാണ്, ഇതെന്റെ ഔട്ട്കം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. വീണ്ടും റണ്ണിങ് അഗെയിൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, വീണ്ടും ഞാൻ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എനിക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറഞ്ഞത് ട്രൂ ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു എക്സിക്യൂഷന്റെ ഔട്ട്കം എപ്പോഴും ട്രൂ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇഫ് ട്രൂ ഇത്, അതർവൈസ് പ്രിന്റ് ദിസ്. അപ്പൊ ഞാൻ ഇത് വീണ്ടും നെഗറ്റീവ് ആക്കി നോക്കാൻ പോവാം. ഫോർ എക്സാമ്പിൾ വൺ ഓഫ് ദ വാല്യൂ വിൽ ബി അഡ്മിൻ 1 ആൻഡ് 1 2 3 4. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂവും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഫോൾസും ആയി കഴിഞ്ഞാൽ ഔട്ട്കം എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൻഡ് ഗേറ്റ്, ആൻഡ് എന്ന് പറഞ്ഞത് ട്രൂ, ബോത്ത് ഇൻപുട്സ് ആർ ട്രൂ. Otherwise, if one of it is false, then output is false. മനസ്സിലായോ? അത് ആൻഡിന്റെ കേസാണ് കേട്ടോ. ആൻഡ് എന്ന് പറഞ്ഞത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ആ വാല്യൂ ട്രൂ ആവത്തുള്ളൂ, അതിന്റെ ഔട്ട്പുട്ട്. പക്ഷെ വൺ ഓഫ് ദം ഈസ് ഫോൾസ് ആണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആവും. പക്ഷെ മറ്റുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ഓർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റർ, ബൂളിയൻ ഓപ്പറേറ്റർ ആണ്. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ അതിന്റെ എൻഡ് റിസൾട്ടും ട്രൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇവിടെ ഓർ കൊടുത്തു, അപ്പൊ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഞാൻ കൊടുക്കുകയാണ് അഡ്മിൻ 1 എന്ന് പറഞ്ഞു കൊടുത്തു, ഒന്ന് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, മറ്റുള്ള ഒന്ന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പം മനസ്സിലായിക്കോ? അപ്പൊ ഞാൻ ഇവിടെ ഞാനത് മാറ്റിയില്ല, അതുകൊണ്ടാണ് അവിടെ മാറാത്തത്. കാരണം അത് പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിൽ ഞാൻ മാറ്റം വരുത്തിയില്ല. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, കാരണം പാസ്വേഡ് ഈസ് ഈക്വൽ ടു 1 2 3 4 ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, കാരണം അഡ്മിൻ 1 2 3 ആണ്, 1 ആണ്, ബട്ട് അഡ്മിൻ അല്ല. എന്ന് വെച്ചാൽ അതിന്റെ ഔട്ട്കം എന്ന് വെച്ചാൽ എന്താ, ട്രൂ ആണ്. കാരണം ഞാൻ ഇവിടെ ഉപയോഗിച്ച ഓപ്പറേറ്റർ
ഓർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർ എന്ന് പറഞ്ഞാൽ ബൂളിയൻ ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഓപ്പറേഷൻ ട്രൂ ആയി. അപ്പം ഇത് ട്രൂ ആയാലുള്ള അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. അതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത. ഇഫിന്റെ ഒരു കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. ഇഫിന്റെ ഇതിനകത്ത് ഒന്നുകിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും, കോളൻ ഉണ്ടാവും, അതിനുശേഷം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അതർവൈസ് നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ പറയുന്നത്രേ ഉള്ളൂ, ഇഫ് the person has access to the person, login, otherwise forbidden. ഓക്കെ, ഇത്രേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ പറയാണ് ആക്സസ് ടു ദി പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയാണ് ഇഫ് ദ പേഴ്സൺ ഹാസ് ID കാർഡ് എങ്കിൽ ലോഗിൻ ചെയ്യാം, അതർവൈസ് നോട്ട് ലോഗിൻ. നമ്മൾ സാധാരണ നടക്കുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ് ഇത്. നമ്മളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷൻ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നു അനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ള, ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ പറയുന്നു ഈക്വൽ ടു, നമ്മൾ ഉപയോഗിച്ചത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് ഇനി വേറെ ബാക്കിയുള്ള ഓപ്പറേറ്റേഴ്സ് കൂടെ നോക്കിയിട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. ബൂളിയൻ ഓപ്പറേറ്റർ ക്ലിയർ അല്ലേ? ഇന്ററാക്റ്റീവ് ആക്കാം, അപ്പൊ എനിക്കും കുറച്ചുകൂടെ എന്താ പറയാ പ്രൈഡ് ഉണ്ടാവും. ഓക്കെ, ഗ്രേറ്റ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻപുട്ട് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ പറയാം. അൺമ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലെങ്കിൽ അടുത്ത് പറയണം കേട്ടോ. രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കേണ്ടത് ഐഡന്റിറ്റി ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. രണ്ടാമത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആണ്. മെമ്പർഷിപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഡേറ്റാ സെറ്റിലേക്ക് ഉണ്ട് എന്ന് നോക്കുന്നത് മാത്രമാണ്. അതിന് നമ്മൾ ഉണ്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫോർ എക്സാമ്പിൾ അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിലേക്ക് തന്നെ ഫോർ എക്സാമ്പിൾ എടുക്കാം. നെയിം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് എടുക്കുന്നു, അതിലേക്ക് ഞാൻ പറയണ ബുഹാരിസ് എന്ന് പറഞ്ഞ പേരിട്ട് കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റ് പോലെ തന്നെ ആക്സസ് ചെയ്യുന്നത്, കാരണം ഓരോ ലെറ്റേഴ്സും ഡിഫറെന്റ് ആണ്. അപ്പോൾ ഞാൻ പറയാണ് എൻ്റെ സിൻറ്റാക്സ് എന്താന്ന് നോക്കട്ടെ. ഓക്കെ, സിൻറ്റാക്സ് ഇത്രേ ഉള്ളൂ. നമ്മൾ ശരിക്കും ലൂപ്പിലൂടെ ഒക്കെ പോവാണെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ പറയാണ് ബി എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ബി എന്ത് ചെയ്തു, ഇതിനകത്ത് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനകത്ത് കുറെ ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സിനകത്ത് ബി ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൂ വരും, അല്ലെന്നുണ്ടെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് ഞാൻ ഈ എക്സിക്യൂഷൻ ഒഴിവാക്കുകയാണ്, കാരണം ഇതിന് ഇപ്പൊ ആവശ്യമില്ല. ഇത് മുഴുവൻ ഞാൻ ഒഴിവാക്കാണ്, ഞാൻ റൺ ചെയ്യാണ്. അപ്പൊ ട്രൂ ആണ്, കാരണം എന്താണ്, ബി അതിനകത്തുണ്ട്. അപ്പം ബി ഇൻ നെയിം ഇസ് ഇക്വൽ ടു, അപ്പൊ എന്താ എപ്പോഴും ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ റിട്ടേൺസ് ബൂളിയൻ ഓൾവേസ്. സോ അപ്പൊ ഞാൻ പറയാണ് ഇതിനകത്ത് സി ഉണ്ടോ നോക്കട്ടെ. സി ഇൻ നെയിം, ദാറ്റ് ഈസ് ഫോൾസ്, കാരണം അതിനകത്തില്ല. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, സി നോട്ട് ഇൻ, കാരണം അത് നെഗേഷൻ ആയി, അത് ട്രൂ ആണ്. കാരണം എന്താ, നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഇല്ലെങ്കിൽ, അതായത് സി ഇല്ലെങ്കിൽ ഇത് ട്രൂ ആണ്, സി ഉണ്ടെങ്കിൽ അത് ഫോൾസ് ആണ്. ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ രണ്ട് കാര്യമുള്ളൂ. മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് അതിനകത്ത് ഇൻ ഓർ നോട്ട് ഇൻ. ഇൻ എന്ന് പറഞ്ഞത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, നോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റ് പോലിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണ് എ നോട്ട് ഇൻ, അത് ശരിക്കും പറഞ്ഞാൽ ഫോൾസ് ആണ്, കാരണം എനകത്തുണ്ട്. അപ്പൊ അത് ട്രൂ ആക്കണമെങ്കിൽ എന്താണ്, അത് ഇന്നാണോ നോക്കിയാൽ മതി, കാരണം അതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ പറയണത് നമ്മൾ പറഞ്ഞേക്കുന്നത്, അതായത് ഈ സ്റ്റുഡന്റ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലിസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ആക്സസ് ഗ്രാന്റ് ചെയ്യുന്നത്. അതെ,
അത് ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റ്, അതായത് ഞാൻ പറഞ്ഞില്ലേ സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ആണ് ഓട്ടോമാറ്റിക്കലി. ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയാണ്, നമ്മളെ മെമ്മറിയിൽ കുറച്ച് വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ. അവ നമ്മൾ പറയാണ് ആ മെമ്മറിയിൽ ഈ വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിനെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ മെമ്പർഷിപ്പ് വെച്ച് നോക്കും. ഓക്കെ, ഇതിനകത്ത് ഇന്ന വേരിയബിൾ ഒരു സാധനം ഉണ്ടോ എന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കുറേ മെഷീൻസ് ഉണ്ടെന്ന് ഇൻസ്റ്റൻസ് എന്ന് വിളിക്കാം. നമുക്ക് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. കമ്പ്യൂട്ടേഴ്സിന് കുറേ IDs ഉണ്ട്, 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അപ്പം പറയാണ് ഇഫ് എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ കമ്പ്യൂട്ടറിന്റെ പേര് 2 ഇൻസ്റ്റൻസസ്, അങ്ങനെയാണെങ്കിൽ ഷട്ട് ഡൗൺ ദ മെഷീൻ. മനസ്സിലായോ? ഇത് ഒരു റിയൽ യൂസ് കേസ് ആണ്. കാരണം നമ്മൾ ക്ലൗഡിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ മെഷീൻസിനെ കണ്ടീഷൻ ബേസ് ചെയ്ത് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാണ് ഇന്ന IDയിൽ ഇപ്പോൾ ലിനക്സ് മെഷീൻ ഈ പറഞ്ഞ മെഷീൻസിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ മെഷീനെ കില്ല് ചെയ്യുക, വിൻഡോസ് മെഷീൻ ആണെങ്കിൽ റൺ ചെയ്യുക, അങ്ങനെയുള്ള സിറ്റുവേഷൻ. അതാണ് മെമ്പർഷിപ്പ് ഓപ്പറേഷൻ. ഓക്കെ അല്ലേ? വണ്ടർഫുൾ. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ പറയാതെ വിട്ടുവരുന്നുണ്ട്, അരിത്മെറ്റിക് ഓപ്പറേഷൻ, അത് കണക്കൂട്ടലാണ്. പിന്നുള്ളത് അസൈൻമെന്റ് ഓപ്പറേഷൻ, അത് നമുക്ക് വരുന്ന വഴിക്ക് ചെയ്യാം. കുറേ നമ്മൾ ചെയ്തു. ഒന്ന് വേരിയബിൾ ഡെഫിനേഷൻ ആണ്. ബാക്കി സിനാൻ മനസ്സിലാവുന്നുണ്ടോ? സിനാൻ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ബാക്കി ആൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഫീഡ്ബാക്ക്. മൂന്നാമത്തെ കേസ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. അത് നേരത്തെ പറഞ്ഞതുപോലെ മെമ്പർഷിപ്പ് പോലെ തന്നെയാണ്, പക്ഷെ ഇത് ഐഡന്റിറ്റി, അയാൾ ആണോ അല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആണോ അല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈസ് ഓർ നോട്ട്, ഈസ് നോട്ട്. നേരത്തെ പറഞ്ഞ നെഗേറ്റീവ്, ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെക്ക് ഇൻ ഇഫ് 2 വേരിയബിൾസ് ആർ ദ സെയിം ഓബ്ജക്റ്റ്. നമ്മളൊരു വേരിയബിളിലേക്ക് ഒരു മെമ്മറിയിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇടുകയാണ്. അപ്പോൾ ആ സാധനം ഇടുന്ന സമയത്ത് നമ്മൾ 2 വേരിയബിൾ ഒരേപോലെ ഡിഫൈൻ ചെയ്തു, പക്ഷെ രണ്ടിന്റെയും വാല്യൂ ഒന്ന് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 വേരിയബിൾസ് ഉണ്ടാവത്തില്ല. വേരിയബിൾ 1ഉം വേരിയബിൾ 2ഉം ഡിഫൈൻ ചെയ്തു, പക്ഷേ അതിന്റെ വാല്യൂസ് ചിലപ്പോൾ സെയിം ആയിരിക്കും. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ചിലപ്പോൾ മെമ്മറി ഓവർഫ്ലോ ഒക്കെ നടക്കുന്നത്. മെമ്മറി ഓവർഫ്ലോ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി വെറുതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പറഞ്ഞ മെമ്മറി ഓവർഫ്ലോ ഉണ്ടാകുന്നത്. അപ്പം മെമ്മറിയിലേക്ക് ഒരേ സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ഓവർഫ്ലോ ഉണ്ടാവും. നിങ്ങൾക്ക് മര്യാദക്ക് കമ്പ്യൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം മെമ്മറിയിൽ സ്ഥലം ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് 2 വേരിയബിൾസിന്റെ വാല്യൂ ഒന്നാണെങ്കിൽ, ഒരേ ഒബ്ജക്റ്റ് ആണെങ്കിൽ എറേസ് ദ പ്രീവിയസ് വൺ, അങ്ങനെയൊക്കെ പറയുന്നൊരു യൂസ് കേസ്. അപ്പം ഐഡന്റിറ്റി ഓപ്പറേറ്റർ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തു, വൈ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു വാല്യൂ. ഇത് പ്യൂർ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇതിനെ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് കണ്ടാൽ മതി, സ്റ്റോറേജ് ആയിട്ട് കണ്ടാൽ മതി. എക്സ് എന്ന് പറഞ്ഞ വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ്. അപ്പൊ പറയാണ് എക്സ് ഈസ് വൈ, എക്സ് വൈ ആണോ എന്ന് ചോദിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കേസിൽ എക്സ് വൈ ആണ്, കാരണം രണ്ടിന്റെയും ഒബ്ജക്റ്റ് രണ്ടും ഒരേപോലെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ എക്സ് ഈസ് നോട്ട് വൈ ആണോ എന്ന് ചോദിക്കാം. അപ്പൊ രണ്ടിന്റെ ഇത് നമുക്കറിയാം ഏകദേശം, ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതെ, ഫസ്റ്റിലത്തെ ട്രൂ ആണ്, രണ്ടാമത്തെ ഫോൾസ് ആണ്. എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിന്റെ റിട്ടേൺ വാല്യൂ റിട്ടേൺസ് ബൂളിയൻ ഓൾവേസ്. മനസ്സിലായില്ലേ? അപ്പം എന്താണ് നമ്മൾ ആദ്യം പഠിച്ച ഫസ്റ്റിലത്തെ 4 കാര്യങ്ങളുണ്ടല്ലോ, സ്ട്രിങ്, ഇന്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ. നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെയായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ നോക്കുന്നത് ഒന്നിന്റെ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് ആണോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനി വരാൻ പോകുന്ന കുറച്ചുകൂടെ ഉണ്ട്, ലിസ്റ്റ്, ഡിക്ഷണറി. അതിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ എന്താ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡേറ്റ ടൈപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോജക്ട്സ് മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ഡേറ്റ കഴിഞ്ഞു. ഇനിയിപ്പോൾ കമ്പാരിസൺ ഓപ്പറേഷൻ ആണ്. സാധാരണ പറയുന്ന പോലെ എക്സ് ഈസ് ഇക്വൽ ടു വൈ, എക്സ് നോട്ട് ഈസ് ഇക്വൽ ടു വൈ, എക്സ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈക്വൽ ടു, ഇതൊന്നും പറഞ്ഞിട്ട് സമയം കളയുന്നതിനെക്കാട്ട് വലിയ അർത്ഥമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രോജക്റ്റ് ഉണ്ട്. ക്രിയേറ്റ് എ പ്രോഗ്രാം ദാറ്റ് ചെക്സ് ഇഫ് യൂസർ ഈസ് ആൻ അഡ്മിൻ ഓർ നോട്ട്. അതല്ലെങ്കിൽ നമുക്ക് വേണം നോക്കാം, ഒരു യൂസർ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അത് ലോഗിൻ ചെയ്തിട്ടുണ്ടോ നോക്കണം, അത് അഡ്മിൻ ആണോ എന്ന് നോക്കണം. വേണമെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാം. ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്രേ ഉള്ളൂ.
നമുക്ക് ചെക്ക് ചെയ്യേണ്ട കുറെ കണ്ടീഷൻസ് ഉണ്ട്. അത് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് തന്നെ പറയാം എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനാണെങ്കിൽ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യും, കോൾഡ് ലോഗിൻ സ്റ്റാറ്റസ്. ലോഗിൻ സ്റ്റാറ്റസ് ഞാൻ വേരിയബിൾ ഡിഫൈൻ ചെയ്യും. അതിനുശേഷം ഞാൻ അൽഗോരിതം മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ടു ചെക്ക് ദ യൂസർ നെയിം, യൂസർ അതാണോ നോക്കും. മൂന്നാമത്തെ കേസിൽ ഇഫ് മൂന്നാമത്തിനകത്ത് ഞാൻ സ്റ്റോർ ദി വാല്യൂ ഓഫ് യൂസർ നെയിം. യൂസർ നെയിം ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതായത് ലോഗിൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യും, ലോഗിൻ ആണെന്ന് പറയും. അതിനുശേഷം നാലാമത്തെ കേസിൽ യൂസർ ആണോ നോക്കും. ഇഫ് ദ യൂസർ ചെക്ക് ഇഫ് ദ അത് നമ്മൾ രണ്ടാമത്തെ ചെക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അഡ്മിൻ ആണെങ്കിൽ, യൂസർ ഈസ് അഡ്മിൻ ആണെങ്കിൽ അത് ഗ്രാൻഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂസറിന്റെ ഈ പറഞ്ഞ സ്റ്റാറ്റസ് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ലോഗിൻ സ്റ്റാറ്റസ്, ഇപ്പോൾ ഒരാൾ റൂമിനകത്തുണ്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ വന്നത് അഡ്മിനാണ്, അഡ്മിൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ നമ്മൾ മറ്റേ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യത്തില്ല, റൂമിൽ ഉണ്ടോ, അകത്തുണ്ട് ആളുണ്ടോ ഇല്ലോ എന്നുള്ളത് ഒരു ചേഞ്ച് ഓൺ ഓർ ഓഫ് കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റാറ്റസ് ലോഗ്ഡ് ഇൻ ആണ് അല്ലെങ്കിൽ ലോഗ് ഔട്ട് അല്ലെങ്കിൽ ലോഗ് ഔട്ട് ആണെന്നുള്ള സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റണം. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇഫ് യൂസർ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് യൂസർ എടുത്ത്, യൂസർ എന്താണ്, ആരാണ്, ഇൻപുട്ട് ചോദിക്കുകയാണ്. എൻ്റർ യുവർ യൂസർ നെയിം, എൻ്റർ യുവർ യൂസർ നെയിം. അപ്പൊ ഞാൻ പറയുകയാണ് യൂസർ നെയിം എൻ്റർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് യൂസർ ഈസ് ഈക്വൽ ടു അഡ്മിൻ, അപ്പൊ ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്, ലോഗിൻ സ്റ്റാറ്റസ് എന്നുള്ള. ഇപ്പൊ ഞാനത് എന്ത് ചെയ്യും, നള്ളാക്കിയിട്ടേക്കാണ്. അപ്പം അതിനുശേഷം എന്ത് ചെയ്യും, ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ പറയാണ് ലോഗിൻ സ്റ്റാറ്റസ് ഈസ് ഈക്വൽ ടു ലോഗ്ഡ് ഇൻ. ഓക്കെ, ഇപ്പൊ എന്താ, ആള് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതർവൈസ് എന്ത് ചെയ്യണം, വീണ്ടും ഇൻപുട്ട് ചെയ്യുകയാണ്, പ്ലീസ് എൻ്റർ യുവർ യൂസർ നെയിം. കാരണം നമ്മുടെ അടുത്ത് യൂസർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ നമുക്ക് വീണ്ടും പോയി യൂസർ നെയിം ചോദിക്കണം. ഫോർ എക്സാമ്പിൾ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവസാനത്തിൽ പ്രിന്റ് ലോഗിൻ സ്റ്റാറ്റസ്, ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ നോക്കാം, റൺ ചെയ്ത് നോക്കാം. വേരിയബിൾ ഇവിടെ എക്സിക്യൂട്ട് ആയി ഇന്റർപ്രറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ പൈത്തണിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്റർപ്രറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് വേണ്ടാത്തുണ്ടെങ്കിൽ നമുക്ക് ഹാഷ് ഇട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ അത് ഇന്റർപ്രറ്റ് ചെയ്തില്ല. ട്രൂ ഫോൾസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു അഡ്മിൻ ആണ്. അപ്പം ആ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഗ്ഡ് ഇൻ ആണ്. കാരണം നമുക്ക് എന്തായി, ഇതിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും ഞാൻ റൺ ചെയ്യാണ്. അപ്പം ഞാൻ അഡ്മിൻ കൊടുക്കുന്നില്ല, ഏത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, എൻ്റർ. അപ്പം വീണ്ടും ചോദിക്കുകയാണ്, വീണ്ടും എ എടുത്തു. അപ്പോൾ കോഡ് എക്സിക്യൂട്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടാമത് ഇതൊരു ലൂപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലൂപ്പൊക്കെ ഒഴിവാക്കാം, എഴുതുക. അത് നമുക്ക് നെക്സ്റ്റ് സെഷൻ നോക്കാം. അപ്പൊ ഇതുവരെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേറ്റേഴ്സിന്റെ ഏതെങ്കിലും തരത്തിൽ ഡൗട്ട്? കാരണം ഡേറ്റ ടൈപ്പ് വിത്ത് ഡേറ്റ സ്ട്രക്ചർ ഓപ്പറേറ്റഡ് വിത്ത് an operator is called programming. അതാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കുന്നത്. അതായത് ഒരു ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചറോ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും, അപ്പുറത്തെ സൈഡിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. അപ്പൊ അത് ഇറ്റ് ക്യാൻ ബി അരിത്മെറ്റിക്, ബൂളിയൻ, ലോജിക്കൽ, സോ ഏതാവാം. അപ്പൊ ഏത് തരം ഡേറ്റ ടൈപ്പും വെച്ചിട്ട് നമുക്ക് ഡേറ്റയെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പോൺസ് കിട്ടുന്നത്. ആ റെസ്പോൺസിനാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുന്നത്. റെഡിയാണോ? ഇതുവരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ, സംശയങ്ങളൊന്നുമില്ല? പെർഫെക്റ്റ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തത്തിൽ പ്യൂർലി ലോജിക്കലാണ്. ലോജിക്കൽ ഇൻ ദ സെൻസ് നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ലോജിക്സ് കൊണ്ട് മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ
ചില ആൾക്കാർ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ലോഗിൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ പല ആൾക്കാരും ഡിഫൈൻ ചെയ്യത്തില്ലായിരിക്കാം. അപ്പം അത് അവരുടെ പ്രോഗ്രാമിംഗ് വേറെ തരത്തിലിരിക്കും. അപ്പൊ നമ്മൾ പറയണം എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്. ഇപ്പൊ യൂസറിന്റെ അടുത്ത് ചോദിക്കുന്നു, അയാളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു, അത്ര മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ പ്രോഗ്രാം കോഡ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ചും റിക്വയർമെന്റ് അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഒരു 2 മിനിറ്റ് തരുമോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടാണ്. പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടാൻ മറക്കല്ലേ. ഓക്കെ, ഐ എം ബാക്ക്. ഇതുവരെ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓപ്പറേറ്റേഴ്സും കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് എന്താ നോക്കട്ടെ. ഓക്കെ, ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നും, പിന്നീട് നമുക്ക് കുറെ ക്രെഡ് ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോഴാണ് പറഞ്ഞ കാര്യം പാടാന്നല്ല, കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണത്. അപ്പം ഡാറ്റ സ്ട്രക്ചേഴ്സിനെ 4ആയിട്ട് തിരിക്കാം. ഒന്ന് ലിസ്റ്റ് എന്ന് വിളിക്കും. സാധാരണ ലിസ്റ്റ് നമ്മൾ എഴുതുന്ന പോലെ തന്നെ, സാധാരണ മാർക്കറ്റിൽ പോകുന്നതിന് എഴുതുന്ന ലിസ്റ്റ് തന്നെ. അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് പൈത്തൺ മനസ്സിലാകുന്നത് ഈ പറഞ്ഞ കേളി ബ്രേസ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് അങ്ങനെ തന്നെയാണ് ഐഡന്റിഫൈ എന്ന് പറയും. ഇത് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലിസ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ പൈത്തനോട് സ്പെസിഫിക്കലി പറയേണ്ടത് ലിസ്റ്റ് ആണെന്ന്. കാരണം ഇങ്ങനെയുള്ള നൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിന്റെ പ്രിന്റ് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്, ടൈപ്പ് ഓഫ് ലിസ്റ്റ്. അപ്പോൾ സിനാനോട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതൊരു ഡേറ്റ ടൈപ്പിന്റെയും അല്ലെങ്കിൽ ഡേറ്റ സ്ട്രക്ചറിന്റെ ടൈപ്പ് കണ്ടുപിടിക്കാൻ പൈത്തൺ തന്നെ തരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രിന്റ് എന്ന് പറഞ്ഞത് നമുക്ക് പുറത്തേക്ക് കാണാനാണെങ്കിൽ ടൈപ്പ് നമുക്ക് അതിന്റെ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പ്രിന്റിനകത്തേക്ക് നമ്മൾ ടൈപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം പൈത്തൺ പറയണേ ഓക്കെ ദിസ് ഇസ് എ ലിസ്റ്റ്. അപ്പം ഇതെന്താ എം ടി ലിസ്റ്റ് ആണ്, കാരണം അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയാണ് ലിസ്റ്റ് കണ്ടെയ്ൻസ് datas, so list can contain any data type. ഇന്ന ടൈപ്പ് പാടുള്ളൊന്നുമില്ല. It can contain a string, integer, float, boolean, another list or dictionary or a set, any data type. എന്ത് ഇതിനകത്ത് പോകും. അപ്പം ലിസ്റ്റിലേക്ക് വരുന്ന എലമെന്റ്സ് എന്തും ആവാം. അപ്പൊ അതാണ് ലിസ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്, ഒന്നാമത്തെ ഒരു ഇന്റിജർ ആണ്, നമ്പർ ആണ്, ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ സെക്കൻഡും ഇന്റിജർ ആണ്, നെഗറ്റീവ് നമ്പർ ആണ്. മൂന്നാമത്തത് ഒരു ഫ്ലോട്ട് ആണ്, 1.1, ഒരു ഡെസിമൽ വാല്യൂ ആണ്. നാലാമത്തത് ഒരു പേരാണ്. അഞ്ചാമത്തത് ഒരു ബൂളിയൻ ആണ്. അപ്പോ 1, 2, 3, 4, 5, അതായത് 5 എലമെന്റ്സ് ഉള്ള ഒരു ലിസ്റ്റ് ആണിത്. സോ ലിസ്റ്റ് കണ്ടെയ്ൻസ് 5 elements.
അപ്പം കമ്പ്യൂട്ടിങ്ങിന്റെ അതൊരു പ്രത്യേകത ഉണ്ട്. കമ്പ്യൂട്ടർ ഒരിക്കലും എണ്ണുന്നത് ഒന്നല്ല. കമ്പ്യൂട്ടർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. കൗണ്ട്സ് ഫ്രം 0 എന്ന് വെച്ചാൽ ഇതിനകത്ത് 5 എലമെന്റ് ഉണ്ട്. അതിന്റെ ഒന്നാമത്തെ എലമെന്റിന്റെ ഇൻഡെക്സ് പൊസിഷൻ, അപ്പൊ അതിനെ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. പൊസിഷൻ ഓഫ് എലമെന്റ്സ് ഈസ് കോൾഡ്, തണുത്തിട്ട് എന്റെ കൈ മരവിച്ചിരിക്കുക, റൂമിൽ നല്ല തണുപ്പ്. പൊസിഷൻ ഓഫ് എലമെന്റ്സ് ഈസ് കോൾഡ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഇൻഡെക്സ് പൊസിഷൻ 0-ൽ നിന്നായിരിക്കും കൗണ്ടിങ് തുടങ്ങുക. എന്ന് വെച്ചാൽ ഇതൊരു 0th എലമെന്റ് ആയിരിക്കും. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ്, ഫോർത്ത് എലമെന്റ്. എന്ന് വെച്ചാൽ 5 എലമെന്റ് ഉള്ളതിനകത്ത് അവസാനത്തെ എലമെന്റിന്റെ പൊസിഷൻ 5 - 1 ആയിരിക്കും. The position of the last element equal to number of element, നിങ്ങൾ എപ്പോഴും സിന്റാക്സ് നോക്കാളെ, നമ്പർ ഓഫ് എലമെന്റ് -1 ആയിരിക്കും. അപ്പം പറയാണ് ഒരു 10 എലമെന്റ്സ് ഉള്ള ഒരു ഇൻ ലിസ്റ്റിന്റെ ലാസ്റ്റത്തെ ഇൻഡെക്സ് എത്രയാണ്? 10 - 1 ആണ്. എന്ന് വെച്ചാൽ 9ാമത്തെ ഇൻഡെക്സ്, 9th ഇൻഡെക്സ് ആയിരിക്കും. പറഞ്ഞ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ലല്ലോ, ഈസി അല്ലേ? അപ്പോ നമുക്ക് ഈ ലിസ്റ്റ് എന്താന്ന് മനസ്സിലായി, ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാന്ന് മനസ്സിലായി. അതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ സെപ്പറേറ്റർ ആണ് ഓരോ എലമെന്റ്സും. അതിനകത്ത് ഏത് തരം ഡേറ്റ ടൈപ്പ് എടുക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് CRUD ഓപ്പറേഷൻസ് ആണ്. CRUD എന്ന് വെച്ചാൽ ക്രിയേറ്റ്, രണ്ടാമത്തത് ഡിലീറ്റ്, അല്ല രണ്ടാമത്തേത് റീഡ്, മൂന്നാമത്തത് അപ്ഡേറ്റ്, നാലാമത്തത് ഡിലീറ്റ് അല്ലേ? എന്ന് വെച്ചാൽ 4 ഓപ്പറേഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത്. ഒന്നുകിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് റീഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. ദിസ് ഈസ് ദ 4 ഓപ്പറേഷൻസ് ഇൻ മെയിൻ എല്ലാ ഡേറ്റ ടൈപ്പിലും തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പം എൻ്റെ ലിസ്റ്റ് ഇവിടെ ഓൾറെഡി ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വേരിയബിളിലേക്ക്. അപ്പൊ ലിസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞ പോലെ 5 എലമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റിലത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. ദ ഫസ്റ്റ് വൺ ഇസ് ക്രിയേറ്റ്. ഞാനിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രാക്കറ്റ്സ് ആണ്. അപ്പൊ എന്തായാലും ലിസ്റ്റ് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ഞാൻ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞ വാല്യൂസ് ഇട്ടു. അപ്പൊ ഓൾറെഡി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റിലത്തെ ഞാൻ ക്രിയേറ്റിലെ ക്രെഡ് ചെയ്യാൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഞാൻ ചെയ്യാൻ പോകുന്നത് റീഡ് ഓപ്പറേഷൻ ആണ്. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിനെ മൊത്തത്തിൽ അങ്ങ് റീഡ് ചെയ്യാം. അപ്പൊ ഞാൻ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ മതി. ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് മുഴുവൻ ഇനി കിട്ടും. അപ്പൊ എനിക്ക് എന്താ ലിസ്റ്റ് കംപ്ലീറ്റ് കിട്ടി. ആ ലിസ്റ്റ് ടൈപ്പ് ആണ്. അപ്പം എനിക്ക് പക്ഷേ ഈ പറഞ്ഞ ലിസ്റ്റിന്റെ പ്രശ്നം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പൊസിഷനിലുള്ള ഇൻഡെക്സിനെ റീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ആദ്യത്തെ ആയിരിക്കാം, ചിലപ്പോൾ അവസാനത്തെ ആയിരിക്കാം, ചിലപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് ഓപ്പറേഷനോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പാരിസൺ ഓപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ റീഡ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എലമെന്റ്, നേരത്തെ പറഞ്ഞതുപോലെ ദ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ പറയാണ് കമ്പ്യൂട്ടർ 1, 2, 3, 4, 5 ഉണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ആയി. എന്ന് വെച്ചാൽ ആ നമ്പർ ഓഫ് ഇൻസ്റ്റൻസിനൊക്കെ ഞാൻ പറയാണ് ഇഫ് കമ്പ്യൂട്ടർ നെയിം ഇതിനകത്തുണ്ടെങ്കിൽ, ഇൻ ലിസ്റ്റ്, ഈ ഒരു ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയാണത് ഷട്ട് ഡൗൺ ചെയ്യാൻ പറയുന്നു. എന്നതുപോലെ ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് ഞാനൊരു ഓപ്പറേഷൻ ചെയ്യാൻ പോകണം, റീഡ് ഓപ്പറേഷൻ. ആ റീഡ് ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു ദി ഇൻഡെക്സ് നമ്പർ. നമുക്കറിയാം എപ്പോഴും ഇൻഡെക്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 മുതൽ n-1 വരെയാണ് എൻ്റെ ഇൻഡെക്സ് പൊസിഷൻ. കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്, ഒരു പ്രശ്നം. നിങ്ങൾ ബാക്കിയെല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരിക്കും. ഫസ്റ്റ് എലമെന്റ് 0 പൊസിഷനിലായിരിക്കും, അവസാനത്തെ എലമെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് -1. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ അത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണ് അതിന്റെ റീഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഇത്രേ ഉള്ളൂ, സിൻഡാക്സ് ഇത്രേ ഉള്ളൂ. സിൻഡാക്സ് ഇസ് വെരി സിമ്പിൾ. ആദ്യം നമ്മൾ ലിസ്റ്റിന്റെ നെയിം, പിന്നെ നമ്മളൊരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം? പൊസിഷൻ ഓഫ് ഇൻഡെക്സ്, ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ പറഞ്ഞെടുക്കാണ്. ഇൻഡെക്സ് പൊസിഷൻ, ഏത് പൊസിഷനുള്ള ഡേറ്റയാണ് നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ന്യൂ ലിസ്റ്റ്
പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് തേർഡ് പൊസിഷനുള്ള, അതായത് തേർഡ് ഇൻഡെക്സിലുള്ള വാല്യൂ വേണമെന്ന് പറഞ്ഞാൽ എന്താണ് 3 - 1. അപ്പൊ സെക്കൻഡ് ആണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് 0 1 2. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ തേർഡ് എലമെന്റ് -1 2 ആണ് ഇൻഡെക്സ് പൊസിഷൻ. സോ വിൽ ഗെറ്റ് 1.1. അപ്പൊ ഞാനത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞില്ല. ഐ എം ഗോയിങ് ടു പ്രിന്റ് ഇറ്റ്. അപ്പൊ നമുക്ക് എന്തായി റെസ്പോൺസ് വിൽ ബി ബാക്ക്. നമുക്കെന്ത് 1.1 കിട്ടി. അപ്പൊ ഞാൻ അത് മാറ്റി കൊടുക്കുകയാണ്. എനിക്ക് 0th പൊസിഷനിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 1 ബാക്ക്. അപ്പൊ പറയാണ് ഇപ്പൊ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ലിസ്റ്റ് വെച്ചൊരു 1000 എലമെന്റ് ഉണ്ട്. പക്ഷെ യു ഡോണ്ട് നോ ദ എക്സാക്ട് എലമെന്റ്സ്. എത്ര എലമെന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല, കാരണം അത് കിട്ടിയ റെസ്പോൺസ് ആണ്. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്റെ ലാസ്റ്റ് എലമെന്റ് എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ ലാസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കുന്നതിന്റെ സിന്റാക്സ് സിമ്പിൾ ആണ്. ഒരു -1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് എലമെന്റ് ട്രൂ കിട്ടി. അപ്പം ലാസ്റ്റ് എലമെന്റ് കിട്ടും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സ് കിട്ടാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ഉണ്ട് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ ഡേറ്റ ടൈപ്പ്. ചിലപ്പോൾ അത് സ്ട്രിങ് ആവാം, നമ്പർ ആവാം, എന്തും ആവാം. അപ്പം ലെങ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് വേണേൽ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം ഞാൻ പറയാണ് പ്രിന്റ്, കാരണം എനിക്ക് ഡിസ്പ്ലേ കാണണം, പ്രിന്റ് the length of new list. അപ്പൊ ന്യൂ ലിസ്റ്റ് എന്ന് പറഞ്ഞ എലമെന്റ് നമുക്കറിയാം 1 2 3 4 5 5 എലമെന്റ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിന്റെ ലെങ്ത് എത്ര കിട്ടും നോക്കാം നമുക്ക്. സോറി, എനിക്ക് പറ്റിയതു. അപ്പൊ എന്ത് 5 എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് തരാം. അപ്പൊ നമുക്ക് ഇനി എളുപ്പമാണ്. ലാസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ 5 - 1 ഫോർത്ത് ഇൻഡെക്സ് ആയി, അല്ലെങ്കിൽ -1 ഇട്ട് കൊടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 0th ഇൻഡെക്സ് കണ്ടുപിടിക്കാം, ഫസ്റ്റ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം, എന്തും കണ്ടുപിടിക്കാം. അപ്പം നമ്പർ ഓഫ് ലെങ്ത് ഓഫ് എ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമായി. കുറെ കാര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്, പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഐഡന്റിറ്റി ഓപ്പറേഷൻ ആണ്. ഐഡന്റിറ്റി ഓപ്പറേഷൻ അവിടെ പറയാണ്, നമ്മൾ പറയാണ് ഇതിനകത്ത് ഓക്കെ പ്രിന്റ് ട്രൂ ഇൻ ന്യൂ ലിസ്റ്റ്. അപ്പൊ ന്യൂ ലിസ്റ്റിനകത്ത് ട്രൂ ഉണ്ടോ നോക്കും. ട്രൂ ഇല്ലെങ്കിൽ എന്ത് ഫോൾസ് എന്ന് വിടും, അല്ലെന്നുണ്ടെങ്കിൽ ട്രൂ തരും. ഇറ്റ് ഈസ് ട്രൂ. അപ്പൊ പറഞ്ഞു കൊടുക്കാണ് അബു ഹാരിസ് ഉണ്ടോ നോക്കട്ടെ. അബു ഹാരിസ് ഈസ് ഇൻ ന്യൂ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അബു ഹാരിസ് ഇല്ലെങ്കിൽ അത് ഫോൾസ് ആയി. അപ്പൊ ഇതാണ് ഐഡന്റിറ്റി ഓപ്പറേഷൻ. അല്ല സോറി, ഇത് മെമ്പർഷിപ്പ് ഓപ്പറേഷൻ ആണ്, ഐഡന്റിറ്റി അല്ല, മെമ്പർഷിപ്പ്. അപ്പൊ ഞാൻ ഐഡന്റിറ്റി ഓപ്പറേഷൻ നോക്കാം. ഐഡന്റിറ്റി ഓപ്പറേഷൻ അതെങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, അതാണോ അല്ലയോ നോക്കും. അപ്പൊ പറയാണ് ഓക്കെ ന്യൂ ലിസ്റ്റ് അതിന്റെ 0th ഇൻഡെക്സിലുള്ളത് ഈസ് 1 ആണ് നോക്കാം. ഓക്കെ, അത് ട്രൂ ആണ്. എന്ന് വെച്ചാൽ എന്താ, ന്യൂ ലിസ്റ്റിന്റെ 0th ഇൻഡെക്സ് എടുത്തു, അത് റീഡ് ഓപ്പറേഷൻ ആണ്. ആ റീഡ് ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് എന്താണ്, 1 ആണ്. ഇത് ഫസ്റ്റ് എലമെന്റ് ആണ്. അപ്പൊ ഞാൻ പറയാണ് അത് ഈക്വൽ ടു 1 ആണോ എങ്കിൽ അത് ട്രൂ ആണ്. അതാണ് ഐഡന്റിറ്റി ഓപ്പറേഷൻ. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ റീഡ് ഓപ്പറേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം റീഡ് ഓപ്പറേഷൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവോ എന്തായ അവസ്ഥ. ദിസ് ഈസ് ബിക്കമിങ് ഹാർഡർ ആൻഡ് ഹാർഡർ. മീൻ അത് ഹാർഡല്ല, പക്ഷെ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഇത് ക്ലാരിറ്റി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര കോംപ്ലിക്കേറ്റ് ആവും പിന്നീട് വരുമ്പോൾ. കാരണം ഇതല്ല ശരിക്കുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഓക്കെ, സെറ്റല്ലേ സിനാന്? ഇതുവരെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റിലേക്ക് പോവാം. കാരണം ഈ ഓപ്പറേഷൻ ഞാൻ ഇനി ചോദിക്കുന്നതിന്റെ എല്ലായിടത്തും ഉണ്ടാവും. കാരണം ഇനി വരാൻ പോകുന്ന മൊഡ്യൂൾസിനെല്ലാം ഈ പറഞ്ഞ ക്രെഡ് ഓപ്പറേഷൻ എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും. അപ്പം മൂന്നാമത്തെയാണ് അപ്ഡേറ്റ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എലമെന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ലിസ്റ്റ് ഈസ് എ മ്യൂട്ടബിൾ തിങ്. എന്ന് വെച്ചാൽ ലിസ്റ്റ് ഈസ് മ്യൂട്ടബിൾ.
എന്ന് വെച്ചാൽ യു ക്യാൻ അപ്ഡേറ്റ് എ ലിസ്റ്റ്. കാരണം ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മളൊരു ഡെവലപ്പറായിട്ട് നിൽക്കുന്നു. ആ ഡെവലപ്പർക്ക് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ഡെവലപ്പർ ചൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ റിക്വയർമെന്റ് ഉണ്ടെന്ന് നോക്കും. പിന്നെ നമ്മൾ വിചാരിക്കും ഇത് എന്ത് വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ലാംഗ്വേജ് എടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മൂന്നാമത് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് എന്തൊക്കെ ഡേറ്റാസ് ഉണ്ട്, അത് ഏതൊക്കെ ഡേറ്റാ സെറ്റ് ഉപയോഗിച്ചിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെ വേണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. എന്ന് വെച്ചാൽ ലിസ്റ്റ് പോലെ ഇരിക്കുന്ന പല ഡേറ്റ സെറ്റ്സ് ഉണ്ട്. അപ്പം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് തരം ഡേറ്റയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ലിസ്റ്റ് ഒരു മ്യൂട്ടബിൾ ആണ്. ഇതിനകത്ത് മാറ്റം വരുത്താൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, കളയാം, ഡിലീറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. അപ്പൊ ഇത് മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ യു ക്യാൻ ഡു ദി അപ്ഡേറ്റ് ഓപ്പറേഷൻ പറ്റുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ്. അപ്പൊ ഇപ്പോഴത്തെ ലിസ്റ്റിന്റെ സിന്റാക്സ് ഇത്രേ ഉള്ളൂ. ന്യൂ ലിസ്റ്റ്, അതിന്റെ ഏത് പൊസിഷനുള്ള വാല്യൂ ആണോ മാറ്റേണ്ടത് ആ വാല്യൂവിന്റെ പൊസിഷൻ. ഫോർ എക്സാമ്പിൾ ഞാൻ മാറ്റാൻ പോകുന്നത് സെക്കൻഡ് എലമെന്റ് വിച്ച് ഈസ് ഇൻ ദ ഫസ്റ്റ് ഇൻഡെക്സ്. അപ്പൊ ഞാൻ റീഡ് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ മൈ ലിസ്റ്റിന്റെ ഫസ്റ്റ് എലമെന്റ് കിട്ടിക്കഴിഞ്ഞു. അതിന് ഞാൻ എന്ത് ചെയ്യും, വാല്യൂ മാറ്റി കൊടുക്കാൻ പോവാണ്. 2.0 എന്ന് വെച്ചിട്ടുള്ള ഒരു ഫ്ലോട്ടിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ പറയാണ് ഞാൻ എന്ത് ചെയ്യും, അതിനെ എന്ത് ചെയ്തു, ആ ലിസ്റ്റിന്റെ പുതിയ വേരിയബിളിലേക്ക് ഡിഫൈൻ ചെയ്തു. എന്ന് വെച്ചാൽ ആ ഡേറ്റ കളയാൻ പാടില്ല, എനിക്കത് വീണ്ടും ആവശ്യമുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ലിസ്റ്റ് അല്ല, ആ പഴയ ലിസ്റ്റിലേക്ക് തന്നെ ഞാൻ റീനെയിം ചെയ്ത് കയറ്റി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്തു. ഫ്ലോട്ട് അസൈൻമെന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ന്യൂ ലിസ്റ്റ്. സോറി, ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ. സോറി, ഇങ്ങനെയല്ല. ഈസ് ഈക്വൽ ടു, ശരിക്കും പറഞ്ഞാൽ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂ ലിസ്റ്റ് നോക്കട്ടെ. കാരണം അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് അസൈൻമെന്റ് ഓപ്പറേഷൻ നടക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ന്യൂ ലിസ്റ്റിന്റെ ഫസ്റ്റ് എലമെന്റിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. സോറി, ന്യൂ ലിസ്റ്റിന്റെ ഫസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്തു. സോറി, ഫസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്തു. അതിന്റെ വാല്യൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.0 ആണ്. നോക്കട്ടെ, ലെറ്റ് മീ ട്രൈ ദാറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളിവിടെ റീഡ് ഓപ്പറേഷൻ നടത്തി. ആ റീഡിനകത്ത് ശേഷം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻമെന്റ് ഓപ്പറേഷൻ നടത്തി. എന്ന് വെച്ചാൽ ഒരു വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ന്യൂ ലിസ്റ്റിനകത്തെ സെക്കൻഡ് എലമെന്റ്, അതായത് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ആയി കിട്ടി. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് നടത്താൻ പറ്റും ഈ എക്സിസ്റ്റിംഗ് ലിസ്റ്റിൽ. അതുപോലെ തന്നെ ഫൈനൽ ഓപ്പറേഷൻ ആണ് ഡിലീറ്റ്. ഒന്നിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്തോളാം, കാരണം ഇത് മ്യൂട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ അതിനകത്ത് മാറ്റം വരുത്താൻ പറ്റും. ചെയ്യേണ്ടത്രേ ഉള്ളൂ, ന്യൂ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ, ന്യൂ ലിസ്റ്റിന്റെ 0th പൊസിഷനുള്ള വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ട്. അപ്പം അതിനുശേഷം ഞാൻ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഡിലീറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള, അതല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് 0th ഇൻഡെക്സിലുള്ള ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന 1 ഇപ്പോൾ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻഡെക്സ് പൊസിഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സാധനത്തെ ഡിലീറ്റ് ചെയ്തു. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാം. വിത്തൗട്ട് ഡിലീറ്റ് കീ നമുക്കത് കൃത്യമായിട്ട് ഒരു സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. എനിക്കത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നോക്കാം. സോറി, അങ്ങനെയല്ല, ഞാൻ നോക്കട്ടെ, എൻ്റെ എക്സാമ്പിൾ ഉണ്ടാവും. സ്റ്റെപ്പ് ഡിലീറ്റ് എലമെന്റ്, സോറി, റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. നേരത്തെ മനസ്സിലാക്കില്ല. റിമൂവ്, ഓക്കെ, വിത്ത് ഇൻഡെക്സ് പൊസിഷൻ. എന്ന് വെച്ചാൽ ലിസ്റ്റിന്റെ പേര് ഡോട്ട് റിമൂവ് ദി ഇൻഡെക്സ് പൊസിഷൻ 2. അങ്ങനെയാണെങ്കിൽ 0, 1, 2, 1.1 കോണം. സോറി, നമ്മൾ വീണ്ടും മ്യൂട്ട് ചെയ്തായിരുന്നു. ഒരു 2.0 കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ന്യൂ ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ
012 അല്ലേ? 012 ഇവിടുത്തെ 2.0 നമ്മൾ നേരത്തെ കട്ട് കളഞ്ഞായിരുന്നു. 01 and yeah something is removed. 2.0 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത്തെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് 1 2 3 4 എലമെന്റ് ഉള്ളൂ. നേരത്തെ 5 എലമെന്റ് ഉണ്ടായിരുന്നു. അപ്പോ ഇതാണ് വിത്ത് ദി CRUD ഓപ്പറേഷൻ ഓൺ ലിസ്റ്റ്. ഇനി അതേപോലെ തന്നെ ബോറടിക്കുന്നില്ലല്ലോ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങളിവിടെ ചെയ്തു നോക്കുവായിരുന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത് നിങ്ങളുടെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആക്കി മാറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ റിയൽ ടൈം നോക്കുകയാണെങ്കിൽ ഫിക്സ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മ്യൂട്ട് ബട്ടൺ ഇല്ലാത്തതാണോ അതോ അതിന്റെ പ്രിവിലേജ് ഇല്ലാത്തതാണോ ഞാൻ മ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ? എന്താ അവസ്ഥ? അല്ല, അൺമ്യൂട്ട് ചെയ്യാൻ, സോറി. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കപ്പെടുന്നുണ്ടെന്ന്? ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, ആയിരിക്കും നല്ലത്. കാരണം നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, അപ്പം ഒരു ബഹളം ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. ഹോസ്റ്റ് കൺട്രോൾസ്, ഹോസ്റ്റ് ടൂൾസ്. ഇപ്പൊ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അല്ലേ? ഞാൻ വേറെ ഇനി പ്രിവിലേജും തരണ്ടല്ലോ. ഓക്കെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഡിക്ഷണറി ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിർത്താം. എന്നിട്ട് നമ്മുടെ കുറച്ച് ടാസ്ക് തരാം. ആ ടാസ്ക് നിങ്ങൾ ഇതിനകത്ത് തന്നെ കൂടുതൽ, ഞാൻ ഡിക്ഷണറിയുടെ തരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടാസ്ക് കിട്ടും, ഉറപ്പാ. അപ്പൊ ഡിക്ഷണറി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് കേർലി ബ്രേസ് വെച്ചിട്ടാണ്. ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ കേർലി ബ്രേസ് വെച്ചിട്ടാണ്. ഡിക്ഷണറി എന്ന് പറഞ്ഞത് ഒരു കീ വാല്യൂ പെയർ ആണ്. നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് വരെ നമ്മളൊരു ഡിക്ഷണറി ഫില്ല് ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മളോട് ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നിട്ട് കുറെ കാര്യങ്ങൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നെയിം പറഞ്ഞിട്ടുണ്ടാവും, അതേപോലെ കോണ്ടാക്ട് നമ്പർ വന്നിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ അഡ്രസ്സ് വന്നിട്ടുണ്ടാവും. മിനിമലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു ഡിക്ഷണറി ഫേസ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ടൈം പറ്റുള്ളൂ. ഞാനതൊന്ന് ചോദിച്ചു നോക്കണേ. എൻ്റെ മ്യൂട്ട് ഓൾ, അൺമ്യൂട്ട് ഓൾ, ആസ്ക് ഓൾ ടു അൺമ്യൂട്ട്. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. ഇപ്പൊ പറ്റുന്നുണ്ടല്ലേ? പറ്റുന്നുണ്ട്, പക്ഷെ നമ്മൾ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. ഞാൻ നോക്കട്ടെ, ഹോസ്റ്റിന്റെ അടുത്ത് ചോദിക്കട്ടെ, ഇതിന്റെ ഓണർ അടുത്ത് ചോദിക്കട്ടെ എങ്ങനെയാണെന്ന്. എനിക്ക് സൂം അത്ര വലിയ പരിചയമില്ല. അപ്പോ വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് വെക്കാം, അതായിരിക്കും നല്ലത്. അതുപോലെ ഒരുപാട് നോയ്സ് ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഐ ഹാവ് നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ ഡിക്ഷണറിയിലൂടെ പോയിട്ടുണ്ട്. കാരണം ഈ ഡിക്ഷണറിയുടെ കീ എന്ന് പറഞ്ഞത് നമുക്ക് എപ്പോഴും പരിചയമുള്ള കാര്യം തന്നെയാണ്. ഇതിനൊരു വാല്യൂ ഉണ്ടാവും. വാല്യൂ വിൽ ബി ചേഞ്ചിങ് ബട്ട് ദ കീ ഇസ് ദ സെയിം. കീ അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം ഒരു 100 പേര് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താൽ ഇതേ സാധനം തന്നെ എനിക്ക് കൊടുക്കുക. അടുത്താക്ക് കൊടുക്കുന്നു, അടുത്താക്ക്. അപ്പോൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ വാല്യൂസിനകത്താണ് മാറ്റം വരുന്നത്, കീനകത്ത് മാറ്റം വരുന്നില്ല. എന്നതുപോലെ തന്നെയാണ് ഡിക്ഷണറിയുടെ കീ വാല്യൂ പേഴ്സും. അപ്പൊ ഞാൻ ആദ്യം തന്നെ നോക്കുന്നു, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ടൈപ്പ് ആണെന്ന് നോക്കുക എന്നുള്ളത്. പ്രിന്റ്, കാരണം ടൈപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രോഗ്രാമിംഗ്. ഡിക്ഷണറിയുടെ ടൈപ്പ് എന്ന് നോക്കുക. അപ്പോൾ ഡിക്ഷണറി ആണെന്ന് പൈത്തൺ പറഞ്ഞു. ഓക്കെ, നൗ ഐ എം കോൺഫിഡൻറ്റ്. അപ്പോൾ ഡിക്ഷണറിയിലേക്ക് എന്ത് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റ്സും വരാം. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ഇത്രയും കാര്യങ്ങൾ വരാം. A dictionary can contain any data type. It can be a string, boolean, list or dictionary set, anything. It can be a list within a dictionary. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കീ വാല്യൂ പേഴ്സ് ആണ്, സെപ്പറേറ്റഡ് ബൈ എ കോമ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ സെപ്പറേറ്റഡ് വാല്യൂ ആണ്. അപ്പൊ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് വേരിയബിളിനെ ഞാൻ ആഡ് ചെയ്യുന്നു. കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു.
കീ വാല്യൂ പേഴ്സ് എന്ന് പറഞ്ഞാൽ കീ എപ്പോഴും ഒരു സ്ട്രിങ് ആയിരിക്കും. കാരണം നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞ പേരുകളായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നെയിം എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് കീയെയും വാല്യൂവിനെയും സെപ്പറേറ്റഡ് ബൈ the key and values are separated by a colon. ഒരു കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാം നെയിം ബുഹാരിസ് എന്നാണ്, ഏജ് ഒരു വയസ്സ് കൊടുത്തു. അപ്പൊ ഇപ്പോഴെന്താണ് ഇതിനകത്ത്, ഇതിലെ കോമാസ് വെച്ച് നോക്കുകയാണെങ്കിൽ പറയാം ഇതിനകത്ത് 2 എലമെന്റ് ഉണ്ട്. വെച്ചാൽ ദിസ് ഈസ് എ 2 element ഡിക്ഷണറി. കാരണം ഒരു കോമയുള്ളൂടെ. അപ്പൊ കോമ സെപ്പറേറ്റഡ് ആണെങ്കിൽ നമുക്ക് പറയാം അതിന്റെ എലമെന്റ്സ് എത്ര ഉണ്ടെന്ന് പറയാം. അതെന്ത് ചെയ്യും, ഒരു കീ വാല്യൂ പേരാണ്. അപ്പൊ അതൊരു ഡിക്ഷണറി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ സ്ക്രഡ് ഓപ്ഷനിലെ സി കഴിഞ്ഞു, കാരണം ഇതിനകത്തും സ്ക്രഡ് ഉണ്ട്. അപ്പം രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് റീഡ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡിക്ഷണറിയുടെ റീഡിങ് എ വാല്യൂ ഫ്രം ഡിക്ഷണറി, we need the key. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്കിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കോളേജിൽ കൂടെ ഒരു ആപ്ലിക്കേഷൻ ഫോമിനകത്ത് പറയാണ്, ഈ 10-ാം തീയതി ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിനകത്ത് രജിസ്റ്റർ നമ്പർ ഈ നമ്പറുള്ള ഒരാളുടെ പേരെന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കുറെ കീ ഉണ്ട്. ഇന്നത്തെ ഡേറ്റ് കൊടുത്തു, ഇന്നത്തെ ആ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു, അതിനുശേഷം നമ്മൾ പറയാണ് പേരെന്താണ്. അപ്പൊ കീ ആണ് നമ്മളവിടെ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ വാല്യൂ ആണ് കിട്ടുന്നത്, അതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന വാല്യൂ ആണ് നമുക്ക് മിസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾവേസ് പ്രിന്റ് ചെയ്യുന്നു, ഡിക്ഷണറിയുടെ പേര് കൊടുക്കുന്നു, അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആൻഡ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇതിനകത്ത് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിലേക്ക് നമ്മൾ കൊടുത്തത് ഇൻഡെക്സ് പൊസിഷൻ ആണെങ്കിൽ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ കീ ആണ്, കീ ഇൻ സ്ട്രിങ്. അപ്പൊ നമ്മുടെ കീ എന്ന് പറഞ്ഞാൽ നെയിം ആണ്, അതിന്റെ വാല്യൂ അബുഹാരിസ് ആണ്. അത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അബുഹാരിസ് സ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാണ് ഓക്കെ ഇതിന്റെ ഏജ് ആണ് എനിക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ഏജ് കൊടുത്തു, ഏജ് കിട്ടി. എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇസ് ഇത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ലിസ്റ്റ് ആണെങ്കിൽ നെയിം ഓഫ് ദ ലിസ്റ്റ് with an index position. Read from a list from an index position. ഡിക്ഷണറി കേസിലാണെങ്കിൽ നെയിം ഓഫ് ദി ഡിക്ഷണറി with the key name. നേരത്തെ ഞാൻ പറഞ്ഞു കീ യൂണിക് ആയിരിക്കും, കാരണം ഒരേപോലുള്ള കീ ഉണ്ടാവത്തില്ല. ഒരു യൂണിവേഴ്സിറ്റി 2 തരത്തിലുള്ള പേരുള്ള, ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി നെയിം പിന്നെ സ്റ്റുഡന്റ് നെയിം ക്ലാസ് നെയിം എന്ന് പറഞ്ഞു പോകുന്നു, അല്ലാതെ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് മാത്രം ഉണ്ടാവത്തില്ല. കാരണം അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കീയില് ഒരേ കീയിൽ തന്നെ മറ്റുള്ള മൾട്ടിപ്പിൾ വാല്യൂസ് അസൈൻ ചെയ്യാൻ പാടായിരിക്കും. എന്ന് വെച്ചാൽ ഡിഫറെന്റ് കീയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു യുണീക് കീ ഉണ്ടാവും. അപ്പം ഏതാണോ കീ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ. അപ്പൊ നമ്മൾ റീഡ് ദ വാല്യൂ ഓഫ് എ കീ, കാരണം കീ വാല്യൂ പെയറാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ റീഡ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ഓപ്പറേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഇതും പറഞ്ഞു, ദിസ് ഇസ് എ മ്യൂട്ടബിൾ തിങ്, ഡിക്ഷണറി ഈസ് മ്യൂട്ടബിൾ, യു ക്യാൻ ആഡ് or delete elements from dictionary. This is possible. Okay, അപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ my dictionary, the name of the dictionary with a new key value pair, അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. സിൻടാക്സ് എനിക്ക് ഓർമ്മയില്ല, കാരണം സിൻടാക്സ് നമ്മൾ ഒരിക്കലും പഠിച്ചു വെക്കണം നിർബന്ധമൊന്നുമില്ല. Create a dictionary, print and read the values. Okay, then update the values. അപ്പോൾ ഓൾറെഡി ഉള്ള ഒരു കീയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു, അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഡേറ്റ സെറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നോക്കട്ടെ എങ്ങനെയാണെന്ന്.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അബു ഹാരിസ് ആണ്. അപ്പൊ അതിന്റെ പേര് മാറ്റി കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ കീയെ കോൾ ചെയ്യുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ സിന്റാക്സ് അതേപോലെ തന്നെ ഡിക്ഷണറി നെയിം, ദ നെയിം ഓഫ് ദ കീ വിത്ത് ദ വാല്യൂ, ന്യൂ നെയിം. ഞാൻ പ്രിന്റ് ചെയ്യാണ് മൈ ഡിക്ഷണറി, കാരണം ഇറ്റ് ഹാസ് ചേഞ്ചസ്. അപ്പം ന്യൂ നെയിം അതിലേക്ക് ആഡ് ചെയ്യും. എനിക്കൊന്ന് മൈ ഡിക്ഷണറി ഇങ്ങനെയാന്ന് തോന്നുന്നു, മൈ ഡിക്ഷണറി ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഡോട്ട് ആഡ് കീ വാല്യൂ പേര് ജെൻഡർ മെയിൽ, അങ്ങനെ ഒരു ഡിക്ഷണറി ആഡ് ചെയ്ത് നോക്കാം. പ്രിന്റ് മൈ ഡിക്ഷണറി. ആഡ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് ഇല്ല, സോറി. ഇതിനു വേണ്ടി വേറെ എന്തോ ഉണ്ടായിരുന്നു, അപ്പൻഡ് എന്ന് കണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ഞാൻ അത് നോക്കിയിട്ട് പറയാം. എപ്പോഴും ഒരു ഡേറ്റ ടൈപ്പിനൊരു ഒരു ഇതുണ്ടാവും, ആട്രിബ്യൂട്ട് ഉണ്ടാവും. ഇതിന് ആട്രിബ്യൂട്ട് ഇല്ല, പക്ഷെ ഡിക്ഷണറിയിലേക്ക് അപ്പൻഡ് ചെയ്യാൻ, പുതിയ വാല്യൂവിനെ അപ്പൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കേണ്ടി വരും. അത് ഞാൻ നോക്കാം. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഡേറ്റ ടേക്ക് ചെയ്യാം, എന്ന് വെച്ചാൽ പുറത്തേക്ക് എടുക്കാം. അതിനുപയോഗിക്കുന്നതാണ് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ്, പോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നെയിം പോപ്പ് ചെയ്യാണ്. നോക്കട്ടെ അത് അങ്ങനെയാണോ എന്നറിയത്തില്ല. അത് ഡിലീറ്റ് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം നെയിം അങ്ങ് ഡിലീറ്റ് ചെയ്തു, പേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫൈനൽ ഡിക്ഷണറി കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെന്റ്, ഈ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ പോപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. പോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനൽ അങ്ങനെ എന്തോ ഉണ്ടെന്ന്. പോപ്പിനകത്ത് നമ്മളിപ്പോൾ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ മൈ ഡിക്ഷണറി ഡിലീറ്റ് ചെയ്യുന്നില്ല, മൈ ഡിക്ഷണറി അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ ഞാൻ പ്രിന്റ് ചെയ്യാണ് മൈ ഡിക്ഷണറി, അതെന്നാണ് നോക്കട്ടെ, മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. അപ്പം മ്യൂട്ടേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റിയലാക്കി. അപ്പം മ്യൂട്ടേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിന്റ് മൈ ഡിക്ഷണറി ഡോട്ട് പോപ്പ്. പോപ്പിലേക്ക് ഞാനൊരു ആർഗ്യുമെന്റ്സും പാസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ കിട്ടും നോക്കട്ടെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് വൺ ആർഗ്യുമെന്റ്. സോ ബൈ ഡിഫോൾട്ട് പോപ്പ് എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക, ലാസ്റ്റ് എലമെന്റിനെ പോപ്പ് ചെയ്യുന്നൊരു ഫീച്ചർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആർഗ്യുമെന്റ് അറ്റ്ലീസ്റ്റ് വൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏതാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ വിചാരിച്ചത് അത് ലാസ്റ്റ് എലമെന്റ് മാത്രമേ പോപ്പ് ചെയ്തുള്ളൂ. അതാണ് ഞാൻ ഈ എക്സാമ്പിളിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോവാം. We can go with this way. Pop with a key name. ഏത് കീ ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് പോപ്പ് ചെയ്യാം. ഇതൊരു ഓക്കെ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനത് കൂടുതലായിട്ട് കൊണ്ടുവന്നില്ല. ഇനിയൊരു ടാസ്ക് ആണ്, ഒരു write a function to update the grade of a student if their name exists in the dictionary. നമുക്കൊരു സ്റ്റുഡന്റ് ഡേറ്റാബേസ് ഉണ്ട്. ആ സ്റ്റുഡന്റ് ഡേറ്റാബേസിലേക്ക് നമുക്ക്, നിങ്ങൾ ആർട്യൂന്റെ കേസ് തന്നെ എടുത്തു, നിങ്ങൾ റിയൽ യൂസ് കേസസ് മാത്രം ആക്കി പോയാൽ മതി. നിങ്ങൾക്ക് ആർട്യൂന് ഒരു ഡേറ്റാബേസ് ഉണ്ട്. അതിനകത്ത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന്റെ പേരുണ്ടാവും, സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ ഉണ്ടാവും, സ്റ്റുഡന്റിന്റെ ഇമെയിൽ അഡ്രസ് ഒക്കെ വേണേ ആഡ് ചെയ്യാം, കോംപ്ലിക്കേറ്റ് ആക്കണ്ട. അപ്പോൾ ഇപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റുഡന്റിന്റെ പേര് മാത്രം വെച്ച് നമുക്കൊരു ഡിക്ഷണറി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രേഡിന്റെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കാം. അപ്പൊ പറയാണ്, അപ്പൊ ഗ്രേഡ് എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്യും, സ്റ്റുഡന്റിന്റെ പേരുണ്ട്, അവർക്ക് കിട്ടിയ ഗ്രേഡ് ഉണ്ട്. എന്നിട്ട് നമ്മൾ പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെമ്പർഷിപ്പ് ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുന്നു ഇഫ് ദേ അപ്ഡേറ്റ് ദി ഗ്രേഡ് ഓഫ് എ സ്റ്റുഡന്റ് ഇഫ് ദർ നെയിം എക്സിസ്റ്റ് ഇൻ ദ ഡിക്ഷണറി. അപ്പം ഒരു ഗ്രേഡിലേക്ക്, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡന്റ് നമ്മൾ കൊടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡന്റിന്റെ പേര് വെച്ച് നമ്മൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ ഗ്രേഡ് പുതിയൊരു മാറ്റം വന്നതിന് ശേഷം അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിക്ഷണറി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡിക്ഷണറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ഓപ്പറേഷൻ നടത്തണം. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ കീ കോൾ ചെയ്ത് അതിന്റെ വാല്യൂ പുതുതായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് ടാസ്ക്.
പക്ഷെ ഞാനിത് ഫങ്ഷൻസിൽ മാത്രം ഉണ്ടാക്കിയ ഒരു ടാസ്ക് ആണ്. അപ്പൊ ഫങ്ഷൻസ് കവർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് ഞാനൊരു വലിയൊരു ഡേറ്റ സെറ്റ് തരാം. ഡേറ്റ സെറ്റ് ഇങ്ങനെ ഇരിക്കും. ഒരു ഡേറ്റ സെറ്റ് തരാം. ആ ഡേറ്റ സെറ്റിൽ നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡേറ്റ സെറ്റ് വിത്ത് ഡിക്ഷണറി ആണ്. അപ്പോൾ ഡിക്ഷണറിക്കകത്ത് നമുക്കൊരു ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ അതിനകത്ത് കീ വാല്യൂ പേഴ്സ് ഉണ്ട്, കീ ഉണ്ട്, അതേപോലെ തന്നെ വാല്യൂസ് ആസ് എ ലിസ്റ്റ് ഉണ്ട്, വാല്യൂസ് ആസ് സ്ട്രിങ് ഉണ്ട്, വാല്യൂസ് ആസ് നമ്പേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട സാധനം ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡേറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു എലമെന്റ് കണ്ടുപിടിച്ച് തരണം എനിക്ക്. ഫോർ എക്സാമ്പിൾ AMI ലോഞ്ച് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കീ ഉണ്ട്, അതിനകത്തൊരു വാല്യൂ ഉണ്ട്. അപ്പൊ എനിക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പം ഞാൻ ഈ ഡേറ്റ സെറ്റ് ഞാൻ ഇട്ടുതരാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം. പറ്റുന്നത് പോലെ എനിക്ക് റെസ്പോൺസ് തരിക. അതിനുശേഷം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം, എന്തുകൊണ്ടത് വാലിഡ് ആയിട്ടുള്ള റെസ്പോൺസ് അല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനിത് ഞാൻ പറഞ്ഞിട്ട് വാട്സപ്പ് ചാറ്റിൽ ഇടട്ടെ. സോറി, വാട്സപ്പ് ചാറ്റിൽ എനിക്കൊന്ന് കൃത്യമായിട്ട് JSON ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞില്ല. നോക്കട്ടെ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയല്ലോ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ. ഡേറ്റ ടൈപ്പ് സെലക്ട് ചെയ്യാൻ കൃത്യമായിട്ട് അറിയത്തില്ല, എന്നാലും ഞാനത് അങ്ങ് ഇടുവാന്നേ, റോ ആയിട്ട് ഇടുവാന്നേ. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്കത് ഒരു കൃത്യമായിട്ട് റീഡറിലേക്ക് ഇട്ടില്ലെങ്കിൽ കുളമായി പോവേ. നിങ്ങൾക്കിത് ഉപയോഗിക്കാം. programmers.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്, ഞാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം. കാരണം അത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഒന്നും ഇല്ലെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത ഈ ഒരു സാധനം നിങ്ങൾക്ക് എനിക്ക് വേണ്ടത്രേ ഉള്ളൂ. എനിക്ക് പറഞ്ഞ ഡേറ്റയിലെ AMI ലോഞ്ച് ഇൻഡെക്സ് 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എനിക്ക് തിരിച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത് എനിക്കറിയാം, എന്താണ് വരേണ്ടതെന്നുള്ളത്, എങ്ങനെയാണ് എൻ്റെ കീ വാല്യൂ പേഴ്സിനെ ഇക്വേറ്റ് ചെയ്ത് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ഹിന്റ് ചെയ്തതാണ്, ഇത് ഡിക്ഷണറിയാണ്, ഡിക്ഷണറിക്കകത്താണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിക്ഷണറിയുടെ കീയെ കോൾ ചെയ്യേണ്ട, വാല്യൂ കോൾ ചെയ്യേണ്ടത് എപ്പോഴും കീ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സിൻടാക്സ് എന്ന് പറയുന്നത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, 1:15 ആവുന്ന ഒരു ക്ലാസ് എടുത്തിട്ട്. അപ്പം ഇതുവരെ ഞാൻ എന്തായാലും അൺമ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും പറയാം. ഞാൻ ഒരുപാട് ടോപ്പിക്സ് എടുത്ത് കവർ ചെയ്ത് കുളവാക്കുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാനും മടിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കില്ലേ, എൻ്റെ ഇത് വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ മതി. ഞാനിത് എന്താ സെഷൻ മൈൻഡപ്പ് ചെയ്യട്ടെ അല്ലേ? ഓക്കെ അല്ലേ?